പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്ന, കർത്തൃത്വം നടത്തുന്ന പല അധികാരങ്ങളും നമ്മളുടെ മുമ്പിലുണ്ട്. അത് പല സമയങ്ങളിലും ലോകത്തിൻ്റെ ശക്തികളായി തീരാറുണ്ട്. എന്നാൽ യെശയ്യാപ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീയല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്. എന്നാൽ നിന്നെ മാത്രം, നിൻ്റെ നാമത്തെ മാത്രം ഞങ്ങൾ സ്വീകരിക്കുന്നു. അതെ, പലപ്പോഴും നമ്മെ കർത്തൃത്വം നടത്തുന്ന പല അധികാരങ്ങളുണ്ടെങ്കിലും വിശ്വസിക്കുക, ആശ്രയിക്കുക, കർത്താവ് മാത്രം നമ്മെ നിയന്ത്രിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ലോക മനുഷ്യരിൽ നാം ആശ്രയിച്ച് അവരുടേതാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നാം ഓടിയാൽ പലതും പരാജയമായി മാറും, പലതും തോൽവിയായി മാറും. അതെ, ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ലോകത്തിൻ്റെ മോഹം നിമിത്തം നിക്ഷിപ്തമായത് എടുക്കുവാനിടയായി തീർന്നു. ദൈവകൽപ്പനയ്ക്ക് വിപരീതമായി അവൻ തൻ്റെ പ്രവൃത്തി ചെയ്തു. അതുപോലെ പ്രവാചക ശിഷ്യനാകുന്ന ഗേഹസി പ്രവാചകൻ്റെ ഇഷ്ടത്തിനും ദൈവാലോചനയ്ക്കും വിപരീതമായി പ്രവർത്തിച്ചു. പിന്നത്തേതിൽ അവർക്കൊക്കെ അത് കഷ്ടവും പ്രയാസവുമായി മാറി. അതെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവ ഇഷ്ടം നടക്കാൻ വേണ്ടി മാത്രം നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനായി നാം ഒരുങ്ങുക. നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടുന്ന കാര്യമില്ല. കാരണം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ യഥാവാനായ ദൈവമാണ്, സർവശക്തനാകുന്ന ദൈവമാണ്. പലപ്പോഴും ദൈവ വഴി വിട്ട് അകന്നുപോയ അനേകരുടെ ജീവിതം താറുമാറായത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവ ഉദ്ദേശം വിട്ട് ഹവ്വയും ആദാമും ദൈവ വഴിയിൽ നിന്ന് അകന്നുപോയി. പിന്നത്തേതിൽ അവർക്ക് പരാജയമായി മാറി. അതെ, നമ്മുടെയും ജീവിതത്തിൽ തകർന്ന വഴികളുണ്ടാകാം, കർത്തൃത്വം നടത്തുന്ന അധികാരങ്ങളുണ്ടാകാം, നിയന്ത്രിക്കുന്നത് പലരുമായിരിക്കാം. എന്നാൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തിനായി, ദൈവാലോചനയ്ക്കായി, ദൈവത്തിൻ്റെ പ്ലാനുകൾക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റെപ്പുകളെ മുൻപോട്ട് നയിക്കുമെങ്കിൽ ദൈവം നമ്മളുടെ മേൽ നീതിയും ന്യായവും നടത്തുന്നു. യഹോവയെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.